71 വർഷങ്ങൾക്ക് മുമ്പ് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അലഞ്ഞു നടന്ന ഇസ്രായേൽ ജനതയാണോ ചിത്രത്തിൽ കാണുന്നത്? ഇവരുടെ സ്വഭാവ ഗുണം അറിയുന്നതുകൊണ്ടാവണം ഒരു രാജ്യവും ഇവർക്ക് അഭയം നൽകിയില്ല. എന്നാൽ 1940-ൽ അഭയം പ്രാപിച്ചു അഖ്സയുടെ നാട്ടിലെത്തിയ ഇവർക്ക് മനുഷ്യത്വവും മമതയും പഠിച്ച ഫലസ്തീൻ എന്ന കുഞ്ഞു രാജ്യം അഭയം നൽകി. അവർക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും ഭൂമിയും അവർക്കാവശ്യമായ മറ്റു സേവനങ്ങളും നൽകി. എന്നാൽ ഫലസ്തീൻകാരുടെ ഭക്ഷണം കഴിച്ചു വളർന്ന ഇസ്രായേൽ എന്ന ജൂതസന്തതികൾ പിന്നീട് അവരുടെ ഭൂമിയും വീടും കയ്യിലാക്കി. എല്ലാം നൽകി സഹായിച്ച ഫലസ്തീനികളുടെ അഭിമാനവും ആത്മാവും വിശ്വാസവും തകർത്ത ഇവർ ഇന്ന് അവരുടെ രക്തവും കുടിച്ചു അർമാദിക്കുന്നു. നിലനിൽപ്പിന് വേണ്ടി പിറന്ന മണ്ണ് തിരിച്ചെടുക്കാൻ നിരായുധരായ സമരം ചെയ്യുന്ന ഫലസ്തീനികളെ അവർ തീവ്രവാദികൾ എന്നു വിളിക്കുകയും ചെയ്യുന്നു. സയനിസത്തിന്റെ വാലാട്ടികളായ ലോകമാധ്യമങ്ങൾ അത് ഏറ്റുപാടുകയും ചെയ്യുന്നു. ചരിത്രബോധമുള്ളവർക്ക് ഇതിൽ വലിയ പാഠമുണ്ട്. തീർച്ചയായും അഖ്സ മോചിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. 71 വർഷങ്ങൾക്ക് മുമ്പ് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അലഞ്ഞു നടന്ന ഇസ്രായേൽ ജനതയാണോ ചിത്രത്തിൽ കാണുന്നത്? ഇവരുടെ സ്വഭാവ ഗുണം അറിയുന്നതുകൊണ്ടാവണം ഒരു രാജ്യവും ഇവർക്ക് അഭയം നൽകിയില്ല. എന്നാൽ 1940-ൽ അഭയം പ്രാപിച്ചു അഖ്സയുടെ നാട്ടിലെത്തിയ ഇവർക്ക് മനുഷ്യത്വവും മമതയും പഠിച്ച ഫലസ്തീൻ എന്ന കുഞ്ഞു രാജ്യം അഭയം നൽകി. അവർക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും ഭൂമിയും അവർക്കാവശ്യമായ മറ്റു സേവനങ്ങളും നൽകി. എന്നാൽ ഫലസ്തീൻകാരുടെ ഭക്ഷണം കഴിച്ചു വളർന്ന ഇസ്രായേൽ എന്ന ജൂതസന്തതികൾ പിന്നീട് അവരുടെ ഭൂമിയും വീടും കയ്യിലാക്കി. എല്ലാം നൽകി സഹായിച്ച ഫലസ്തീനികളുടെ അഭിമാനവും ആത്മാവും വിശ്വാസവും തകർത്ത ഇവർ ഇന്ന് അവരുടെ രക്തവും കുടിച്ചു അർമാദിക്കുന്നു. നിലനിൽപ്പിന് വേണ്ടി പിറന്ന മണ്ണ് തിരിച്ചെടുക്കാൻ നിരായുധരായ സമരം ചെയ്യുന്ന ഫലസ്തീനികളെ അവർ തീവ്രവാദികൾ എന്നു വിളിക്കുകയും ചെയ്യുന്നു. സയനിസത്തിന്റെ വാലാട്ടികളായ ലോകമാധ്യമങ്ങൾ അത് ഏറ്റുപാടുകയും ചെയ്യുന്നു. ചരിത്രബോധമുള്ളവർക്ക് ഇതിൽ വലിയ പാഠമുണ്ട്. തീർച്ചയായും അഖ്സ മോചിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും.